ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വ്യാഴാഴ്ച ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു നാട്ടുമ്പുറത്തെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായ ഞാൻ തുടങ്ങിയ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം, ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പോരായ്മകൾ വന്നിരിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണം, എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പം ഇന്ന് രാവിലെ 5:15 കണ്ടില്ലേ, ആ സമയത്താണ് കേട്ടോ എൻ്റെ തുടക്കം, അതായത് ദിവസം തുടങ്ങുന്നത്. അങ്ങനെ വിളക്ക് ഒന്ന് തൊഴുതു വന്നിട്ട് കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചു. കാരണം തണുപ്പൊക്കെ കൂടുതലേ, നമ്മളെ എന്താ പറയുക, ഒരു ഇത് വന്നോട്ടേ വെച്ചിട്ടോ, തടി കുറയാന്നുള്ള ഇതൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് എക്സസൈസൊക്കെ ഒന്ന് ചെയ്യാം എന്നുള്ള അതിൽ കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എക്സസൈസൊക്കെ കുറേ നേരം, കുറച്ച് നേരം, ഒരു മണിക്കൂർ, അരമണിക്കൂർ, 6 മണിക്കൂർ, അങ്ങനെ 6 മണിയാകുമ്പോഴേക്കും ഞാൻ അടുക്കളയിലെത്തി. ഫസ്റ്റ് തന്നെ ചുക്കുവെള്ളം ചൂടാക്കാൻ വെച്ചു കേട്ടോ. ചുക്കുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി തന്നെ, നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ അതത് സ്ഥാനത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ പുറത്ത് കണ്ടില്ലേ, നല്ല ഇരുടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. അതിനുശേഷം ഇന്ന് ഇൻസ്റ്റൻറ്റ് പിന്നെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെയാണ് കേട്ടോ വാങ്ങിയത്. ഒന്നാമത് തണുപ്പായതുകൊണ്ട് പുളിക്കുന്നില്ല, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഞാൻ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിലൊക്കെ പിന്നെ ഒന്ന് മിക്സിയിലിട്ട് ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ പിന്നെ റെഡിയാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അതൊന്ന് വാങ്ങി നോക്കിയിട്ടോ. അപ്പോൾ അത് ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ അതൊന്ന് അരച്ചു, ഒരു സ്പൂണ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അരച്ചു. അങ്ങനെ അതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നല്ല പാകത്തിന് വെള്ളമൊക്കെ ആക്കി നല്ലോണം അതൊന്ന് അരച്ച് കലക്കി പിന്നെ 1 മണിക്കൂർ നേരം, അവർ പറയുന്ന 1 മണിക്കൂർ നേരം അനക്കാതെ വെക്കണം എന്നാണ്. ഇപ്പോൾ 1 മണിക്കൂറൊന്നല്ല, ഇതിപ്പോൾ രാവിലെ 6 മണി ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴുള്ള പാത്രങ്ങളും അവിടെ കഴുകി വെച്ചു കേട്ടോ. കാരണം പിന്നെ വെറുതെ നമ്മൾ അതിങ്ങനെ കൂട്ടിയിട്ട് പിന്നെ ഒരുമിച്ച് കഴുകണ്ടല്ലോ. അപ്പം എനിക്ക് അമ്പലത്തിൽ പോകണം എന്നൊരു മോഹമുണ്ട് കേട്ടോ. അന്ന് വ്യാഴാഴ്ചയാണ്, 30 വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകണം എന്നുള്ള തീരുമാനമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ. ഇപ്പോൾ വിനിക്കുട്ടൻ ഉച്ച വരെയല്ലേ ഉള്ളൂ പരീക്ഷ, അതുകൊണ്ട് ചോറൊക്കെ പതിയെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയില്ല, രാവിലെ എണീറ്റ് എനിക്ക് ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ ഞാൻ നല്ല ഇളം ചൂടുവെള്ളം പിന്നെ ആ സമയത്ത് കുടിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ചെറുപയർ കറിയാണ് കേട്ടോ വെക്കുന്നത്. അതായത് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ എപ്പോൾ ഒന്നിക്ക് ചെറുപയർ കറിയാണോ അല്ലെങ്കിൽ കടലക്കറി ആയിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കടലക്കറി തലേന്ന് വെച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും പിന്നെ ചെറുപയർ കറി വെക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഒക്കെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക, തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നത്. അതിനുശേഷം ഞാൻ ഇടയ്ക്ക് മണത്ത് വെക്കുന്നതറിയോ, മുളകിന് എരിവുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയപ്പോൾ മുളകിന് ഭയങ്കര എരിവായിരുന്നു. അപ്പോൾ അതേപോലെ ഇതിന് ഭയങ്കര എരിവുണ്ടോ, അപ്പോൾ എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷേ കറിക്ക് വലിയ എരിവൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ചെറുപയർ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച എല്ലാം അതിലേക്ക് ഇട്ടു. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പം അത് അവിടെ ഇരുന്നിട്ട് ആയിക്കോട്ടെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, തേങ്ങയൊക്കെ തലേന്നേ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്പലത്തിൽ പോകണം എന്നുള്ള ഒരു അതുകൊണ്ട് തന്നെ കറിക്ക് ആവശ്യമായ തേങ്ങയൊക്കെ അരച്ച് അതും റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുളിക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ കുളിച്ച് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വിളക്ക് കൊളുത്താണ്. അപ്പം അതൊരു സുഖമാണ് കേട്ടോ. അപ്പോഴേക്കിപ്പം ഏകദേശം നല്ലോണം വെളിച്ചമായി തുടങ്ങി കേട്ടോ. പുറത്ത് കാണുന്നില്ലേ, ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം കാണുന്നില്ലേ. അപ്പോഴൊക്കെ ഒരു 6:45, 6:50 ആ ഒരു സമയമൊക്കെ ആയിട്ടോ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടാനും കുറച്ച് ആക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുളിച്ച് വന്ന് കുറച്ച് നേരം വിളക്കെല്ലാം കത്തിച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് നാമൊക്കെ ജപിച്ച് ഭഗവാനെയൊക്കെ ഒന്ന് എന്താ പറയുക, അതൊക്കെ ഒന്ന് നമുക്ക് ഒരു സന്തോഷം, അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് വന്ന ശേഷം ഞാൻ എന്ത് ചെയ്തു, മോഹനേട്ടനുള്ള ചായ വെച്ച് കൊടുത്തു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ആ ചായ വെച്ചത്, അപ്പോൾ മോഹനേട്ടനെ ചായ വെച്ച് കൊടുത്തിട്ട് അത് കൊടുക്കുകയാണ്. അപ്പോൾ മോനേട്ടനും പറയുന്നുണ്ട് മോനേട്ടനും അമ്പലത്തിൽ പോകണം. ഞാൻ പറഞ്ഞു ആരെയും കാത്ത് നിൽക്കുന്നില്ല. വിനിക്കുട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വരണം എന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, വിനിക്കുട്ടനും അമ്പലത്തിൽ വരണ്ട, കാരണം നല്ല മഞ്ഞാണ് പുറത്ത്. അപ്പോൾ ഇനിയിപ്പോൾ അസുഖമൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ രണ്ടാമത് ആ മഞ്ഞ് കൊണ്ടിട്ട് അധികം ആവണ്ടെന്ന് പറഞ്ഞിട്ട്
വരണ്ട. അവർ മോനേട്ടനോട് ഞാൻ പറഞ്ഞു മോനേട്ട പിന്നെ കുളിച്ചിട്ട് പിന്നെ വേഗം പോയിക്കോളും, ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മോനേട്ടന് ചായ ഉണ്ടാക്കി കൊടുത്തു. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ കറീൻ്റെ ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണല്ലോ കുളിക്കാൻ പോയത്. അപ്പോൾ പിന്നെ ഞാൻ ആ കറിയൊക്കെ ഒന്ന് ചെറുപയറൊക്കെ നല്ലോണം വെന്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അരച്ചു വെച്ചതൊക്കെ ഞാൻ ആ കറിയിലേക്ക് ചേർത്ത് കരുവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കൂട്ടാൻ അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു പണി അവിടെ കഴിഞ്ഞല്ലോ. അതാണ് മുന്നേ ചെയ്തു വെച്ചാൽ പിന്നെ നമ്മൾ ആ ഒരു തിരക്ക് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കേണ്ടത് വെള്ളപ്പം മാത്രം, അത് മോൻ പോകാനാകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഒന്നാമത് കണക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇവൻ ഇങ്ങനെ എന്താ പറയുക നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുപൊരു സഞ്ചാരമാണ് ഇവന്. രാത്രി കിടക്കാനും ഒരുപാട് വൈകി. ഇതിങ്ങനെ കണക്ക് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ രാവിലെ എണീറ്റത്. അപ്പോൾ അവൻ എണീറ്റുണ്ട് കേട്ടോ, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പം പിന്നെ അത് എപ്പോഴേക്കേ കൂട്ടാനായി. എനിക്ക് ഇനിയിപ്പോൾ എന്തായാലും അമ്പലത്തിലേക്ക് പോകണം. ഈ കറിയും കൂടെ ആക്കി വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വന്നിട്ട് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ പണി മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്തായി, കുറച്ച് കരുവേപ്പിലയൊക്കെ ഇട്ട് നല്ല കൂട്ടാനാട്ടോ. ഈ തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ ചെറുപയർ തക്കാളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂട്ടാൻ്റെ പണി ഏകദേശം അവിടെ ആക്കി വെച്ച് അടച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിൽ പോയി ഞാൻ ഇന്ന് ഫോണൊന്നും എടുത്തില്ല കേട്ടോ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഈ ഫോണൊക്കെ എടുത്ത് പോയാലില്ലേ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അന്നൊരു ദിവസം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, അല്ലാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വന്നു കേട്ടോ. ഞാൻ 7:30 ആകുമ്പോഴേക്ക് ഇപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൻകുട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് കണക്ക് ക്ലാസ് ചെയ്യുന്നുണ്ട്, കണക്ക് ക്ലാസ് കാണുന്നുണ്ട്, കണക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അതിലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പോൾ 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിന് വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം അരിക്ക് വെള്ളം അടുപ്പ് കത്തിച്ചിട്ട് അരിക്ക് വെള്ളം അവിടെ വെച്ചു കേട്ടോ. അതങ്ങനെ ആയിക്കോട്ടെ, ഇപ്പം ഇതില്ലല്ലോ, നമ്മനെ തിരക്ക് കൂട്ടണ്ടല്ലോ. അപ്പോൾ ആ അരിയും കഴുകി അവിടെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ആക്കി ഇതാക്കി വെച്ചു കേട്ടോ. അപ്പം അതങ്ങനെ അവിടെ ഇരുന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കൂട്ടാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കാൻ വിചാരിച്ചു. ഇന്ന് ചേമ്പോണ്ട് മോരൊഴിച്ചിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പം ചേമ്പ് മോരൊഴിച്ച് വെക്കാം. പിന്നെ അപ്പോൾ പുളിയുള്ളൊരു കൂട്ടാനാണല്ലോ. അപ്പോൾ പുളിയില്ലാണ്ട് ഓലൻ ഉണ്ടായിരുന്നു, മത്തനും ഉണ്ട് ഇളവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടും എടുത്തിട്ട് ഓലനും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഷ്ണമൊക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകി ഒക്കെ കഷ്ണങ്ങളാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ, ഒരു 7:45 ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ. ഇപ്പം നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെയാണ് ഗുണങ്ങൾ. നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കുളിയും നേരത്തെ കഴിയാണ്. കുളി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പണി കഴിഞ്ഞു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയമുള്ള മാതിരിയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കഷ്ണമൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചു. അപ്പോൾ രാവിലെ തന്നെ എല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രീ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ ഞാൻ നോക്കിയിട്ടോ, ഈ മാവ് ഞാൻ അരയ്ക്കുന്ന മാവ് ഇപ്പോൾ പൊന്താറേയില്ല. അപ്പം നോക്കുമ്പോൾ ഇത് നല്ലോണം പിന്നെ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ലോണം പുളിച്ചിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ അരി അങ്ങോട്ടേക്ക് കാളവായിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ട് ഓലനുള്ള കഷ്ണം അടുപ്പത്തേക്ക് വെച്ചിട്ടോ. അതാ ഫസ്റ്റ് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓലനാക്കിയ ശേഷം മോര് കൂട്ടാൻ വെക്കാമെന്ന്. അപ്പോൾ ഈ ഒക്കെ ഒരു ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ വെക്കുന്നത്. കുക്കറൊന്നും എടുത്തിട്ടില്ല, കാരണം ഒന്നിനും അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വിൻകുട്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. മോഹനേട്ടൻ അമ്പലത്തിൽ പോയി വന്നു. പിന്നെ വിൻകുട്ടൻ്റെ കുളി കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ വേഗം വെള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. എന്നാൽ ചൂടോടെ തന്നെ അവർക്ക് കൊടുക്കാമല്ലോ, 2 പേർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം വെള്ളപ്പം ഉണ്ടാക്കിട്ടോ. അപ്പോൾ അവൻ കുളിച്ച് ഡ്രസ്സൊക്കെ ഇടുകയാണ്, യൂണിഫോമൊക്കെ ഇടുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. ഞാനും ഒന്ന് തന്നെ കേട്ടോ കഴിച്ച്. അന്നിപ്പം ഒന്നും കഴിച്ചില്ല. സാധാരണ ഞാൻ എന്തെങ്കിലും ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ സ്മൂത്തിയോ അങ്ങനെയൊക്കെ കഴിക്കുന്ന. ഞാനും വെള്ളയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനും വെള്ളയപ്പം തന്നെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കിയും കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, പിന്നെ നമ്മുടെ ഓലൻ റെഡി ആയിട്ടോ. അപ്പോൾ ഓലൻ റെഡി ആയപ്പോൾ ഞാൻ അതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കരുവേപ്പിലൊക്കെ ഇട്ട്, ഉപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് ഉപ്പും രണ്ടാമത് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയാക്കിയിട്ട് ഓലൻ എന്ത് ചെയ്തു അവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ വെച്ച് ചുക്കളം വെച്ചാലെന്ന്. പിന്നെ എനിക്ക് തോന്നി അല്ല അരി വേവ് അതല്ലേ നല്ലത്. അപ്പോൾ ചുക്കളം അങ്ങോട്ട് തന്നെ മാറ്റി വെച്ച് അരി എടുത്തിട്ട് ഈ അടുപ്പിലേക്ക് വെച്ചു, കാളവായിലേക്ക് വെറുതെ ഒരു ഇതിലും വെച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണം എടുത്തു കൊടുക്കും കേട്ടോ. വിനിക്കുട്ടന് മോഹനേട്ടനും ഒക്കെ ഉള്ള ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ പറയാം, ഇതൊക്കെ വെള്ളപ്പൊക്കെ ചൂടോടെ കഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു അടുപ്പത്തിലൊന്നും ഏകദേശമായി, എല്ലാവർക്കും ഉള്ളതായി. പിന്നെ ഒന്ന് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചതാണ്, ഇനി വേണമെങ്കിലും ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ.
അപ്പോൾ അത് പിന്നെ ബാക്കിയായിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെ എടുത്ത് കഴിച്ചു. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് വെള്ളപ്പം ചെറുപയർ കറി നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് എനിക്കുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതും എടുത്ത് ഞാനും അവരുടെ കൂടെ പോയിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വിനിക്കുട്ടനൊക്കെ പോയ ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോഴേക്കും എന്തായിട്ട് നമ്മൾ അരി വെന്തു. അരി ഞാൻ വാർത്ത് വെച്ചു. അടുപ്പിലേക്ക് ഞാൻ ചേമ്പ് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. മോരുകറിക്ക് കുക്കറിൻ്റെ ആവശ്യമില്ല കേട്ടോ, അതിനൊക്കെ വേഗം എന്നല്ലേ. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, പിന്നെ ആ രാവിലെ കഴിച്ച ആ പാത്രങ്ങൾ 2-3 പാത്രമുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കഴുകി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ. പിന്നെ അടുക്കളയും വൃത്തിയാക്കിയല്ലോ. അപ്പോഴേക്കും എന്തായിട്ട് നമ്മളെ ചേമ്പ് വെന്തു കേട്ടോ. വെന്തപ്പോൾ ഞാൻ തേങ്ങ അതിനിടയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. നാളികേരം, ജീരകവും പിന്നെ കുറച്ച് മോരും പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്തായി, അത് അതിലേക്ക് തന്നെ കലക്കി വേഗം വെന്തു കേട്ടോ. എല്ലാം വേഗം വേവുന്ന കഷ്ണങ്ങൾ തന്നെയല്ലേ. പിന്നെ അതിൽ കുറച്ച് കരുവേപ്പിലയൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ടു കേട്ടോ. കടുകും മുളകും കരുവേപ്പിലയൊക്കെ കൂടെ വറവ് ഇട്ടപ്പോഴേക്ക് കൂട്ടാൻ റെഡിയായി. ആ കൂട്ടാൻ ഞാൻ അവിടെ മാറ്റി വെച്ചു. ഇപ്പം ഞാൻ ചുക്കുവെള്ളം എടുത്ത് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ കൂട്ടാനായി. പിന്നെ നമ്മുടെ ചോറ്, ഓലൻ ഒക്കെ ആയി കേട്ടോ. ഒക്കെ റെഡിയാക്കി അടുപ്പും തുടച്ച് അവിടെ വെച്ചു. അപ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ മാറ്റിയിട്ട് ആ പാത്രങ്ങളൊക്കെ തേക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ആ പാത്രങ്ങളൊക്കെ തേച്ച് അതൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്തു, അലക്കാൻ പോയിട്ടോ. അലക്കാൻ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ കല്ലുമ്മ തന്നെയാണ് കേട്ടോ അലക്കുക. എനിക്ക് മിഷനിൽ അലക്കുന്നതിനെക്കാട്ടിക്ക് ഇഷ്ടം കല്ലുമ്മല. അപ്പോൾ അതൊക്കെ നല്ലോണം തിരുമ്പുക എന്ന് പറയും. ഞാൻ അലക്കുക പറയുന്നില്ല, ഞങ്ങൾ സ്ഥിരം തിരുമ്പുക എന്നാണ് കേട്ടോ പറയുക അലക്കുന്നതിന്. അപ്പോൾ അലക്കലിൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ ആ വെയിൽ വരുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്തു, അലക്കലും അവിടെ കഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അലക്കി കഴിഞ്ഞാൽ പിന്നെ ആ പണിയായില്ല, അപ്പോൾ ഉണങ്ങിക്കോളുമല്ലോ. പിന്നെ ഈ വെയിലിന് ഇതുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു ചിലതൊന്നും ഉണങ്ങാൻ കുറച്ച് പ്രയാസം കേട്ടോ. ഒരു തണുപ്പും ഉണ്ടല്ലോ വെയിലിന്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തു, അലക്കി പിഴിഞ്ഞ് ഒക്കെ ആറിയിട്ടു കേട്ടോ. ആറിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അകത്ത് വന്നു. അപ്പോൾ പിന്നെ അടിച്ചു വാരലും അകംകൊലിയൊക്കെ അടിച്ചു വാരലും തുടക്കലുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജ് തീർന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചാർജിലിട്ടു. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒക്കെ ഞാൻ എന്ത് ചെയ്തു, ഒക്കെ അടിച്ചു വാരി ഒക്കെ തുടച്ച് വൃത്തിയാക്കുകയും ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ആയി. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഒന്നുകൂടെ കുളിച്ചു കേട്ടോ. ഞാനൊക്കെ ഒന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോഴേക്ക് 12:15 മോൻ വരാനായി. അപ്പോൾ മോനെ കൂട്ടാൻ വേണ്ടി പോകണം. ഇപ്പോൾ വിചാരിക്കേണ്ട കേട്ടോ എല്ലാവരും, മോൻ വലിയ കുട്ടിയായില്ലേ പിന്നെ എന്തിനാണ് കൂട്ടാൻ പോകുന്നത്. മോൻ വലിയ കുട്ടിയാണ്, പക്ഷെ എന്താ പറയുക, അവൻ വരികയും ചെയ്യും. എന്നാൽ അവനും എനിക്കൊരു സന്തോഷമാണ്. അവനെ ഒന്ന് പോയി കൂട്ടി വരുമ്പോൾ അവൻ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോയില്ലേ ചോദിക്കും, അമ്മ എന്താ വരാത്തേന്ന്. അപ്പോൾ പിന്നെ അവൻ വന്നു കേട്ടോ. വന്ന് പിന്നെ സ്കൂളിൽ പരീക്ഷേൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നടന്നു വന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അവനോട് കൈയും കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വരാൻ പറഞ്ഞു. അപ്പോഴേക്ക് എന്താക്കി, ഞാൻ പപ്പടം കാച്ചി ഉണ്ടായിരുന്നില്ല. ഞാൻ വെച്ചാൽ ആ സമയത്ത് കാച്ചാന്ന് വിചാരിച്ചിട്ട് പപ്പടമൊക്കെ അവിടെ കാച്ചി വെക്കുകയാണ് കേട്ടോ. പപ്പടം കാച്ചൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവന് ചോറ് എടുത്ത് കൊടുക്കുക. അമ്മ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് വാരിത്തരോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാരിത്തരാമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവന് ചോറ് വാരി കൊടുക്കുക കേട്ടോ ഉണ്ടായത്. കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലേ പറയുള്ളൂ. ഇനിയിപ്പോൾ കുറേ വലുതായി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു പ്രായത്തിലല്ലേ വാരി കൊടുക്കലും എല്ലാം നടക്കുള്ളൂ. പിന്നെ അവൻ കഴിച്ച് പിന്നെ ഞാനും എന്ത് ചെയ്തു, ഊണ് കഴിച്ചു. മോനേട്ടൻ വരാൻ വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എന്തെനിക്ക് നല്ല വിശപ്പുണ്ടായി. അപ്പോൾ ഞാനും എന്ത് ചെയ്തു, പിന്നെ അവൻ കഴിച്ച പ്ലേറ്റിൽ തന്നെ ഞാനും ഒത്തിരി ചോറൊക്കെ എടുത്തിട്ടിട്ട് ഞാനും അവിടെ ഇരുന്നിട്ട് TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോനേട്ടൻ വന്ന് 2 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ മോനേട്ടൻ വന്ന് മോനേട്ടന് ഊണൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, മോന് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ കൊടുത്തു കേട്ടോ. അവൻ പറഞ്ഞു എനിക്ക് എക്സാം നടത്തി തരുമോ എനിക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മോന് നടത്താൻ പറഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മുറ്റടിക്കാൻ വേണ്ടി വന്നു. എനിക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകണം. അപ്പോൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കൊടിയേറ്റായിരുന്നു, കഴിഞ്ഞ ദിവസം കൊടിയേറ്റായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് തൊഴണം. മോന് പരീക്ഷയൊക്കെ ഉണ്ട്, രാവിലെ പോകാനും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുറ്റടിച്ച് വരി വന്നപ്പോൾ ഇവൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. കുറേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ, അവൻ തന്നെ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ തരുമെന്ന്. അപ്പോൾ പിന്നെ അവന് ഇഷ്ടമാകുമ്പം നമ്മൾ വേണ്ടാന്ന് പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ അവൻ എനിക്ക് 3 പേപ്പറിലായി ഞാൻ എഴുതുന്നത്, എനിക്ക് ക്ഷീണമായെന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയമാണ്. ഈ ക്യാമറ കണ്ടപ്പോൾ കുറച്ച് അഭിനയം കൂടിയതാണ് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം അടുക്കളയിലേക്ക് തന്നെ വന്ന് ചുക്കുവെള്ളം ഒന്നും കൂടെ ചൂടാക്കിയിട്ട് വേഗം തണുത്ത് പോന്നു. പിന്നെ ഞാൻ വിചാരിച്ചു സോയാ ചങ്ക്സിൻ്റെ പിന്നെ കറിയാണ് ചപ്പാത്തിക്ക് വെക്കുന്നത്. ചപ്പാത്തി
ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തീൻ്റെ പാക്കറ്റ് ഞാൻ മോഹനേട്ടനോട് വാങ്ങാൻ പറഞ്ഞു കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാം കൂടെ നടക്കില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ എന്താ പറയുക നമ്മളെ ചോറ് വെച്ച ആ പാത്രമൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ അതിൽ വെള്ളം വെച്ചാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ ചങ്ക്സിൻ്റെ കറി വെക്കുമ്പോൾ ആ സോയയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് പുതിർത്ത് വെക്കാം. പിന്നെ അതിനാവശ്യമായുള്ള തക്കാളിയും പിന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ വന്നിട്ട് ഉണ്ടാക്കേണ്ട ആ ഒരു സമയമല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്ക് പിന്നെ എന്ത് ചെയ്തു, ബിൻകുട്ടൻ പറഞ്ഞ എക്സാം ഞാൻ എഴുതി കഴിഞ്ഞു, എൻ്റെ പേപ്പറൊക്കെ നോക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ. അപ്പോൾ അതും അതിനിടയിൽ ഞാൻ അവൻ എഴുതിയ ആൻസറൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ അപ്പോൾ അത് സന്തോഷം, അവന് എല്ലാം ശരിയായി എന്ന് കാണുമ്പോൾ അവന് സന്തോഷം. അപ്പോൾ അത് അവൻ പറഞ്ഞു ഞാൻ ഇത് വീഡിയോ എടുക്കും, എനിക്ക് എന്തായാലും ഒക്കെ ശരിയാവുന്നത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവസാനം മാർക്ക് കൂട്ടാഞ്ഞിട്ട് ഞാൻ എത്ര കൂട്ടിയിട്ടും അവന് മതിയാവുന്നില്ല. അവസാനം അവൻ തന്നെ കൂട്ടി. അപ്പം നോക്കുമ്പോൾ ഞാൻ കൂട്ടി അതേ മാർക്ക് തന്നെയാണ് കേട്ടോ അവന് വന്നത്. അപ്പോൾ 48-ൽ 47.5 മാർക്ക്, കുറച്ചൊരു അരമാർക്ക് ഞാൻ ഒന്ന് കുറച്ചതാണ് കേട്ടോ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക, ഫുൾ കൊടുക്കില്ലല്ലോ. അപ്പോൾ ഒരു അരമാർക്ക് കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് വലിയ സന്തോഷമായി. അവനത് അവിടെ എടുത്ത് വെച്ചു. അച്ഛൻ വന്നിട്ട് കാണിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ അവനവിടെ എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്കും മോഹനേട്ടൻ വന്നു കേട്ടോ. കുറച്ച് അമ്പലത്തിൽ കൊണ്ടുകൊണ്ട് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ കുറച്ച് പേരക്കയും പഴവും പിന്നെ നമ്മുടെ കടലയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കറി കൊണ്ടുവന്നിട്ടുണ്ട്, കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ചപ്പാത്തീൻ്റെ പാക്കറ്റും വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മോഹനേട്ടനെ വേഗം എന്ത് ചെയ്തു, ചായ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കഴിക്കാൻ അതൊക്കെ ഉണ്ടല്ലോ, എന്താ ബേക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതൊക്കെ കഴിച്ചു. മോഹനേട്ടന് മാത്രമേ വേണ്ടു കേട്ടോ. അപ്പോൾ മോന് വിശക്കുണ്ട് പറഞ്ഞിട്ട് മോനും എന്തോ ഒന്ന് എടുത്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തായി, പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുളിച്ച് വന്നിട്ട് വിളക്ക് കത്തിച്ചു കേട്ടോ. വിളക്ക് കത്തിച്ച് പിന്നെ അപ്പം ബാക്കി മോനും ഒക്കെ കുളിക്കാൻ പോയി ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ വേഗം ഇരുടായല്ലോ. അപ്പോൾ നടന്ന് പോകണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ നടക്കാനൊക്കെ ദൂരം. അപ്പോൾ പിന്നെ ഇരുടായതുകൊണ്ട് വിചാരിച്ചു നടക്കണ്ട, നമുക്ക് എന്തായാലും വണ്ടിയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. നല്ല അടിപൊളി അമ്പലമാണ്, ശിവക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തതാണ് നിങ്ങളെ കാണിക്കുക വെച്ചിട്ട്. പൊതുവേ എനിക്കിങ്ങനെ അമ്പലത്തിൽ പോകുമ്പം ഈ മൊബൈലൊന്നും കൊണ്ടുപോകുന്ന തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മോനേട്ടൻ അവിടെ നിന്ന്, അവിടെ കുളമാണ് കേട്ടോ, അത് അതിൻ്റെ പക്കത്താണ് മോൻ പോയി നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകലാന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അമ്പലമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. പിന്നെ അപ്പോൾ അതൊക്കെ കുറച്ച് നിന്ന് അവിടെ ഞങ്ങൾ എത്തുമ്പോൾ ദീപാരാധനൻ്റെ സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ തൊഴുതു. പിന്നെ അവിടെ ഇതുണ്ടായിരുന്നു, തായമ്പകയെല്ലാം തോന്നുന്നു കേട്ടോ. തായമ്പകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, എന്താ അറിയില്ല. എന്തായാലും മേളം ഉണ്ടായിരുന്നു, ചെണ്ടമേളം ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ അവിടെ നിന്ന് വരാൻ താല്പര്യമില്ല, പക്ഷെ പരീക്ഷയല്ലേ, അതുകൊണ്ട് അധികം അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് വേണമല്ലോ എനിക്ക് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലെത്തിയപാട് എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ട് പല കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല, ഫോണ് കയ്യിലല്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഒക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ തക്കാളിയും പിന്നെ ഇതൊക്കെ വഴറ്റി അതൊക്കെ അരച്ചൊക്കെ വെച്ചിട്ടോ അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ സോയാ ചങ്ക്സ് കറി മാത്രം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അപ്പോഴേക്കാണ് കുറേ വൈകിട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും കുറേ വൈകിയുണ്ട്. കാരണം ഇങ്ങനെ വൈകലില്ല, കാരണം അമ്പലത്തിലൊക്കെ പോയി വന്നുകൊണ്ട് വൈകിയതാണ്. അപ്പോൾ പിന്നെ വേഗം സോയാ ചങ്ക്സ് കറിയാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ചപ്പാത്തി കഴിക്കാനുള്ള തയ്യാറെടുപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇതാവുകയുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നു. പിന്നെ ചപ്പാത്തി പിന്നെ അതുകൊണ്ടാണല്ലോ പാക്കറ്റ് ചപ്പാത്തി അല്ലേ, അപ്പോൾ അതൊന്നും കാണിക്കാനില്ലല്ലോ അല്ലേ. പിന്നെ ഈ കറി മാത്രമേ ഉള്ളൂ. പിന്നെ കറി അടുപ്പിക്കാൻ മീൻകുട്ടൻ വിശക്കുന്നുണ്ട് സോയാ ചങ്ക്സ് കണ്ട അപ്പോൾ വിശപ്പാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ചപ്പാത്തി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ വിശപ്പ്, അവന് കണ്ണ് വിശപ്പായിരുന്നു കേട്ടോ. അവൻ കളഞ്ഞു ചപ്പാത്തി, കുറച്ച് 2 കഴിച്ചിട്ടുള്ളൂ, അത്ര തന്നെയേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വിശപ്പിൻ്റെ അതിൽ എനിക്ക് വിശക്കുന്നോ എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് അവൻ കഴിച്ചില്ല, എന്താണെന്നറിയില്ല. ഇനി വൈകുന്നേരം മോനേട്ട കൊണ്ടുവന്ന് എന്തോ ബേക്കറി എടുത്ത് കഴിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവന് വിശക്കാതെ. കടലയോ അങ്ങനെ എന്തോ എടുത്ത് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും വലിയ വിശപ്പില്ലാണ്ടിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി. അപ്പോഴേക്കും ഞാൻ പിറ്റേന്നേക്ക്, അതായത് അടുത്ത ദിവസത്തേക്ക് ഞാൻ എല്ലാം കൂടെ എല്ലാ ധാന്യങ്ങളൊക്കെ കൂടെ ഇട്ട ദോശയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ഞങ്ങൾ കരിമുരു ദോശ പറയും. അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചു. ഞാൻ എന്ത് ചെയ്തു, അടുക്കളയൊക്കെ അടിച്ചു വാരി എല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ പറയുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും